ഇന്നത്തെ സുവോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു സ്കെലറ്റൽ മസിലിന്റെ സ്ട്രക്ചറാണ് പഠിച്ചത്. How the banding pattern is formed. Alternating dark and light bands are produced. അത് മസിൽ ഫൈബറിലുള്ള അല്ലെങ്കിൽ ഒരു മസിൽ സെല്ലിലുള്ള രണ്ട് തരത്തിലുള്ള മയോഫിലമെന്റ്സ് അല്ലെങ്കിൽ മയോഫൈബ്രിൽസിന്റെ പ്രത്യേക രീതിയിലുള്ള അറേഞ്ച്മെന്റ് കൊണ്ടാണ് ഓൾട്ടർനേറ്റിംഗ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കണ്ടു. ലൈറ്റ് ബാൻഡിന് ഐ ബാൻഡ് അല്ലെങ്കിൽ ഐസോട്രോപിക് ബാൻഡ് എന്നും ഡാർക്ക് ബാൻഡിന് എ ബാൻഡ് എന്നും പറയുന്നു. ഐ ബാൻഡിന് ഇടയിലുള്ള ഒരു ചെറിയ ഡാർക്ക് ലൈൻ ഇസഡ് ലൈൻ എന്നും, അതുപോലെ എ ബാൻഡിന്റെ അനൈസോട്രോപിക് ബാൻഡിന്റെ നടുക്കുള്ള ഒരു ചെറിയ ലൈറ്റ് റീജിയൻ നമ്മൾ എച്ച് സോൺ എന്നും പറയുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഈ ബാൻഡിങ് പാറ്റേണിന് കാരണം രണ്ട് തരത്തിലുള്ള ഫിലമെന്റ്സ് ആണ്. മയോഫിലമെന്റ്സ് അല്ലെങ്കിൽ മയോഫൈബ്രിൽസ് ആണ്. തിൻ ഫിലമെന്റ് ആൻഡ് തിക്ക് ഫിലമെന്റ്. അപ്പോൾ ഈ രണ്ട് ഫിലമെന്റിൽ ഒരെണ്ണം തിൻ ആണ്, അതിനെ നമ്മൾ തിൻ ഫിലമെന്റ് എന്ന് വിളിക്കും. മറ്റേത് തിക്കാണ്, കുറച്ചുകൂടി കട്ടി കൂടിയതാണ്, അതിനെ നമ്മൾ തിക്ക് ഫിലമെന്റ് എന്ന് വിളിക്കും. ഇനി ഈ രണ്ട് ഫിലമെന്റുകൾ, ഈ രണ്ട് മയോഫിലമെന്റ് അല്ലെങ്കിൽ മയോഫൈബ്രിലുകളെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ മസിൽ കൺട്രാക്ഷൻ എങ്ങനെ സംഭവിക്കുന്നു നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം തിൻ ഫിലമെന്റ്. വാട്ട്സ് ദ കോമ്പോസിഷൻ? വാട്ട് ഈസ് തിൻ ഫിലമെന്റ് മെയ്ഡ് ഓഫ്? തിൻ ഫിലമെന്റ് എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അതിന്റെ കോമ്പോസിഷൻ എന്താണ്, കെമിക്കൽ കോമ്പോസിഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ തിൻ ഫിലമെന്റിന് മൂന്ന് കോമ്പോണൻസ് ആണ്. The thin filament is made up of three components. One is actin, and the second one is Tropomyosin, and the third one is Troponin. These are the three components of thin filament. നമുക്ക് ആദ്യം ആക്ടിൻ എന്താണെന്ന് നോക്കാം. All these three are proteins. Actin is a polymerized protein. That means small globular units of actin is polymerized to form a long filament. The single unit of actin is a globular protein. And these globular protein are connected together or polymerized to form a long chain. The single globular protein of the actin is called G-actin. It is called G-actin. G means globular. G stands for globular. And several such G-actin or several such globular actin protein are polymerized to get a filament, a filamentous actin. And that filamentous actin is called F-actin. Filamentous actin or F-actin. And such two actin filaments are intertwined. പരസ്പരം കെട്ടുപിണഞ്ഞ് കിടക്കുന്ന രണ്ട് ആക്ടിൻ ഫിലമെന്റ്സ് ചേർന്നിട്ടാണ് ഈ ആക്ടിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത്. അതായത് തിൻ ഫിലമെന്റിലെ മേജർ കോമ്പോണന്റ് ആണ് ആക്ടിൻ. ഈ ആക്ടിൻ രണ്ട് ഫിലമെന്റസ് ആക്ടിൻ ഫിലമെന്റ്സ് ചേർന്നുണ്ടാകുന്നതാണ്. നമുക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഈ രണ്ട് ഫിലമെന്റ്സും ഇന്റർട്വൈൻഡ് അല്ലെങ്കിൽ പരസ്പരം കെട്ടുപിണഞ്ഞ് കിടക്കും. ഈ ഫിലമെന്റസ് ആക്ടിന്റെ മുകളിൽ on this filamentous actin there are at intervals
there are certain sites called myosin binding site. Myosin binding sites. Myosin binding sites are present on this filamentous actin. Okay. So, what's the purpose of this myosin binding sites? We will be discussing later. Okay. So that's about actin. And the second component is tropomyosin. Tropomyosin is a filamentous protein. It's also a filamentous protein, as you can see in the diagram. And there are two filaments here also. Two filaments of tropomyosin which lie over the actin filament. Now, actin filament മേലെ കിടക്കുന്ന രണ്ട് ഫിലമെന്റസ് പ്രോട്ടീൻ ആണ് ട്രോപ്പോമയോസിൻ. ഓക്കെ, അപ്പോൾ ഈ ട്രോപ്പോമയോസിൻ lie over the actin filament in such a manner when the muscles are not in contraction, it lies in such a way that the myosin binding sites are blocked. അതായത് മയോസിൻ ബൈൻഡിങ് സൈറ്റ്സ് ഇവിടെ കാണിച്ചത് ഈ ആക്ടിന്റെ മേലെയുള്ള ഈ മയോസിൻ ബൈൻഡിങ് സൈറ്റ്സ് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കും ഈ ട്രോപ്പോമയോസിൻ മസിൽ കൺട്രാക്ട് ചെയ്യാത്ത സമയത്ത് ആക്ടിന്റെ മേലെ കിടക്കുക. Now, the third component is troponin. Troponin ഒരു ഫിലമെന്റസ് പ്രോട്ടീൻ അല്ല. It is a unit of 3 globular protein. അതായത് 3 ഗ്ലോബുലാർ യൂണിറ്റുകൾ ചേർന്നുണ്ടാകുന്ന ഒരു പ്രോട്ടീനാണ് ട്രോപ്പോണിൻ. ആൻഡ് ദ troponin lies attached to the tropomyosin. അതായത് ട്രോപ്പോമയോസിന്റെ മുകളിൽ ഇടയ്ക്കിടെ ഈ ട്രോപ്പോണിൻ കോമ്പോണന്റ് കാണും. അപ്പൊ ഇത് മൂന്നുമാണ് തിൻ ഫിലമെന്റിന്റെ കോമ്പോണന്റ്സ്. Let us see once again. There are 3 components for thin filament. One is the actin protein and the tropomyosin and troponin. Actin, all these are proteins. Actin, there are 2 actin filaments. These actin filaments are called F-actin, filamentous actin. And each filamentous actin is made up of several globular actin or G-actin units. This is a G-actin, this is another G-actin, so these are all G-actins. So a filamentous actin is made up of several G-actin or globular actin. അപ്പോൾ ആക്ടിന്റെ ഈ 2 ഫിലമെന്റ്സും പരസ്പരം കെട്ടുപിണഞ്ഞ് കിടക്കും. രണ്ടാമതാണ് ട്രോപ്പോമയോസിൻ. Tropomyosin is also filamentous. 2 ട്രോപ്പോമയോസിൻ ഫിലമെന്റ്സ് കാണുന്നു. അത് ആക്ടിന്റെ മുകളിലാണ് കിടക്കുക. ആക്ടിന്റെ മുകളിൽ മസിൽ കൺട്രാക്ഷൻ നടക്കാത്ത സമയത്ത് ആക്ടിന്റെ മേലെയുള്ള മയോസിൻ ബൈൻഡിങ് സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ ട്രോപ്പോമയോസിൻ കിടക്കുക. Troponin, next component is troponin. Troponin is not filamentous, but it is globular protein. It is made up of 3 globular units. And troponin is attached with the tropomyosin. In troponin the മുകളിൽ ഒരു കാൽഷ്യം ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. So there is a binding site which can bind with the calcium ions. അപ്പോൾ കാൽഷ്യം അയോണുമായി ബൈൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഈ ട്രോപ്പോണിന് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് തിൻ ഫിലമെന്റിന്റെ കോമ്പോസിഷൻ. ഇനി നമുക്ക് തിക്ക് ഫിലമെന്റ് എന്നാണ്. തിക്ക് ഫിലമെന്റ് is solely made of myosin protein. അപ്പോൾ തിൻ ഫിലമെന്റ് 3 കോമ്പോണന്റ് ഉള്ളതുപോലെ തിക്ക് ഫിലമെന്റിന്റെ അങ്ങനെ വ്യത്യസ്തമായ കോമ്പോണന്റ്സ് ഇല്ല. ഇറ്റ് ഈസ് സോളർലി മെയ്ഡ് അപ്പ് ഓഫ് മയോസിൻ. അപ്പോൾ മയോസിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ് തിക്ക് ഫിലമെന്റിൽ കാണപ്പെടുന്നത്. ഇനി ഈ മയോസിൻ, നമ്മളൊരു മയോസിൻ, സെവറൽ മയോസിൻ യൂണിറ്റ്സ് ആർ പോളിമറൈസ്ഡ് ടു ഫോം എ ഫിലമെന്റ്. അപ്പോൾ തിക്ക് ഫിലമെന്റ് എന്ന് പറയുന്നത്
several myosin units ചേർന്നുണ്ടാകുന്ന ഒരു ഫിലമെന്റ് ആണ് തിക് ഫിലമെന്റ് എന്ന് പറയുന്നത്. അതിലൊരു മയോസിൻ യൂണിറ്റ് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, ഒരു മയോസിൻ യൂണിറ്റ്, when we examine a single myosin unit, we can see the structure like this. So this myosin unit, this is a myosin unit, a single myosin unit. This myosin unit has two components or two parts. The first part is this part. This part of the myosin unit is called the head of the myosin. Head. And it is also called heavy meromyosin or HMM. Heavy meromyosin. HMM is heavy meromyosin. And on this head, see the position of the head, you can see from the diagram that it is perpendicular to the axis. It is elevated, it is raised slightly up from the axis. Okay. So the head bears two sides. One side is for an ATP binding site. ATP binding site. And there is another side that is actin binding site. So there are two sides in the heavy meromyosin or head of the myosin filament, myosin unit. One is for binding with the ATP molecule, and the other one is for binding with the actin molecule. Okay, that you will understand when we discuss about the details of mechanism of muscle contraction. And the second part, this is the second part, this is the second part, and that is called the tail or LMM or light meromyosin. LMM or light meromyosin. So this is one unit of myosin filament, thick filament. Such several myosin units are connected together to form the thick filament. So in this way, a thick filament is, we can see the thick filament like this. Tails connected together, head projecting upwards. In this manner, you can see the thick filament. Okay, so this is the thick filament. Now let us see how muscle contraction takes place. There are several theories for explaining the muscle contraction, but the most satisfactory theory, ഏറ്റവും നന്നായി സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന തിയറി സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറിയാണ്. Sliding filament theory. Sliding filament theory. It is called sliding filament theory because the thin filament slides over the thick filament. The thin filament slides over the thick filament to bring about muscle contraction. As filaments are slided over, the theory is called sliding filament theory. Okay, now let us see how it happens. For muscle contraction, for every muscle contraction, an impulse is required. An impulse is required. And in the case of skeletal muscle, this impulse should come from the central nervous system. Central nervous system. This impulse should come from the central nervous system. Impulse from the central nervous system reaches the muscle by means of a motor nerve. And the motor nerve synapses with the muscle fiber. എന്താണ് സിനാപ്സ് എന്നൊക്കെ നിങ്ങൾ കഴിഞ്ഞ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. There are several synapses.
എന്തിനാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത്? ഒരു ന്യൂറോൺ ജംഗ്ഷനെ നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഒരു ന്യൂറോൺ മസിലുമായി ഉണ്ടാകുന്ന ജംഗ്ഷനെ നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഒരു ന്യൂറോൺ ഒരു സെൻസറി സെല്ലുമായി ഒരു റിസപ്റ്ററുമായിട്ടുള്ളതിനെ നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കും. അങ്ങനെ സെവറൽ സിനാപ്സസ് ആണ്. ന്യൂറോൺ സിനാപ്സസ് ആണ്, ന്യൂറോൺ മസ്കുലാർ സിനാപ്സസ് ആണ്, ന്യൂറോൺ റിസപ്റ്റർ സിനാപ്സസ് ആണ്. ഇങ്ങനെ പലതരത്തിലുള്ള സിനാപ്സുകളുണ്ട്. ഓക്കെ, അതായത് മെസ്സേജസ് കൈമാറപ്പെടുന്നു. ഇപ്പോൾ ഒരു ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ അല്ലെങ്കിൽ ന്യൂറോ മസ്കുലാർ സിനാപ്സ് ആണെങ്കിൽ ഒരു മോട്ടോർ ന്യൂറോണിൽ നിന്നും മസിലിലേക്ക് ആവേഗങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നെർവ് ഇമ്പൾസ് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു മോട്ടോർ ന്യൂറോൺ മസിലിലേക്ക് എത്തി അവിടെ ഒരു സിനാപ്സ് ഉണ്ടാവും. ന്യൂറോൺ സിനാപ്സ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ, നിങ്ങൾ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം അവിടെ ഒരു സാധാരണ ഒരു സിനാപ്സില് അവിടെ എന്തുണ്ട്? അവിടെ ഒരു പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ, പ്രീ സിനാപ്റ്റിക് മെമ്പറൈൻ ഉണ്ട്. നിങ്ങൾക്കറിയാം ഒരു പ്രീ സിനാപ്റ്റിക് മെമ്പറൈൻ ഉണ്ട്. അവിടെ ഒരു സിനാപ്റ്റിക് നോബ് ഉണ്ടാവും. അതുപോലെ ഒരു പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ ഉണ്ടാവും. ഇതിനിടയിൽ ഒരു സിനാപ്റ്റിക് ക്ലഫ്റ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഇവിടെ ധാരാളം വെസിക്കിൾസ് ഉണ്ടാവും, സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ സിനാപ്റ്റിക് വെസിക്കിളിൽ നിന്നും ഇവിടെ ആവേഗം എത്തുമ്പോൾ ഈ സിനാപ്റ്റിക് വെസിക്കിൾ ബ്രേക്ക് ചെയ്യുകയും ഇവിടെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ, അതായത് അസറ്റൈൽ കോളൈൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റിലൂടെ കടന്ന് ഇവിടെ എത്തുകയും അപ്പോൾ ഇവിടെ ഒരു ആവേഗം ഉണ്ടാവുകയും ചെയ്യുന്നതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെയും അതുപോലെ തന്നെയാണ് സംഭവിക്കുക. പക്ഷെ ഇവിടെ സിനാപ്സിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ മസിലിലേക്ക് എത്തുന്ന, സപ്പോസ് ദിസ് ഇസ് ദ മസിൽ ആൻഡ് ദിസ് ഇസ് ദ മോട്ടോർ ന്യൂറോൺ. അപ്പൊ മോട്ടോർ ന്യൂറോൺ വഴിയാണ് ആവേഗം മസിലിലേക്ക് എത്തുക. അപ്പൊ അങ്ങനെ മോട്ടോർ ന്യൂറോണിന്റെ ഈ അവസാന ഭാഗം, അതായത് സിനാപ്സ് ഉണ്ടാക്കുന്ന ആ ഭാഗം, അത് കുറച്ചൊരു പ്ലേറ്റ് പോലെയാണ്, കുറച്ച് എക്സ്റ്റെൻസീവ് ആണ്, കുറച്ച് പ്ലേറ്റ് പോലെ, ഒരു ഫുഡ് പോലെ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളിതിനെ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്നാണ് വിളിക്കുക. മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ അല്ലെങ്കിൽ ന്യൂറോ മസ്കുലാർ സിനാപ്സിൽ മോട്ടോർ ന്യൂറോൺ ഒരു മോട്ടോർ എൻഡ് പ്ലേറ്റ് ഉണ്ടാക്കുന്നു. ഈ മോട്ടോർ എൻഡ് പ്ലേറ്റിലാണ് നമ്മൾ നേരത്തെ സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞില്ല, അതിന് പകരം ഇവിടെ ഒരു മോട്ടോർ എൻഡ് പ്ലേറ്റ് ആണ്. ഇവിടെ ധാരാളം വെസിക്കിൾസ് ഉണ്ടാവും. ഈ വെസിക്കിൾസ് നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾ ഇത് പഠിക്കുന്നുണ്ട് വിശദമായിട്ട്. ഇപ്പൊ മോട്ടോർ എൻഡ് പ്ലേറ്റിൽ കുറെ വെസിക്കിൾസ് ഉണ്ടാവും. ഈ വെസിക്കിൾസിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാവും. അസറ്റൈൽ കോളൈൻ എന്ന് വിളിക്കുന്ന ഒരു ട്രാൻസ്മിറ്റർ, അസറ്റൈൽ കോളൈൻ എന്ന് വിളിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാവും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇവിടെ ആവേഗം എത്തുമ്പോൾ, ഇവിടെ മെസ്സേജ് എത്തുമ്പോൾ these vesicles break and this acetylcholine is released and this acetylcholine gets attached with the sarcolemma. അതായത് മസിൽ ഫൈബറിന്റെ പ്ലാസ്മ മെംബ്രെയിനുമായി അറ്റാച്ച് ചെയ്യുകയും അവിടെ ഈ ആവേഗം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ആദ്യം സംഭവിക്കുന്ന കാര്യം. അപ്പോൾ ഒരു മസിൽ കൺട്രാക്ഷൻ നടക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഒരു ആവേഗം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന്, അത് ബ്രെയിനിൽ നിന്നോ സ്പൈനൽ കോഡിൽ നിന്നും, ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും ഒരു ആവേഗം എവിടെ എത്തണം? ഈ സ്കെലിറ്റൽ മസിൽ ഫൈബറിൽ എത്തണം, അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽ സെല്ലിൽ എത്തണം. ഇതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ആവേഗം എത്തിക്കഴിയുമ്പോൾ, രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു ആവേഗം എത്തിക്കഴിയുമ്പോൾ ദാറ്റ് മേക്സ് ദ പ്ലാസ്മ ലെമ്മ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ മസിൽ ഫൈബർ, അതിനാണ് സാർക്കോലെമ്മ. ദ സാർക്കോലെമ്മ ബിക്കംസ് മോർ പെർമിയബിൾ ടു കാൽഷ്യം അയോൺസ്. അതായത് കാൽഷ്യം അയോൺസ് ധാരാളമായി ഈ മസിൽ ഫൈബറിലേക്ക് കടന്നു വരാൻ അത് സഹായിക്കും. പെർമിയബിലിറ്റി, കാൽഷ്യത്തിന്റെ പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ധാരാളം കാൽഷ്യം അയോൺസ് സാർക്കോപ്ലാസത്തിലേക്ക് വരുന്നു. ഈ കാൽഷ്യം അയോൺസ്, അടുത്ത സ്റ്റെപ്പ്, ഈ കാൽഷ്യം അയോൺസ് ട്രോപ്പോണിനുമായി ബൈൻഡ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ തിൻ ഫിലമെന്റിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? അതിലെ മൂന്നാമത്തെ കോമ്പോണന്റ് ആയ ട്രോപ്പോണിന് കാൽഷ്യവുമായി ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ
ഇങ്ങനെ സെല്ലിനുള്ളിലേക്ക് വരുന്ന ഈ കാൽഷ്യം അയോൺസ് ട്രോപ്പോണിനുമായി ബൈൻഡ് ചെയ്യും. അപ്പം അങ്ങനെ ട്രോപ്പോണിനുമായി ബൈൻഡ് ചെയ്യുമ്പോൾ ട്രോപ്പോണിൻ ആരുടെ മേലെയുള്ളത്? ട്രോപ്പോമയോസിന്റെ മുകളിലാണ് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ട്രോപ്പോമയോസിൻ ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ. അപ്പോൾ ട്രോപ്പോമയോസിന്റെ പൊസിഷനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ട്രോപ്പോമയോസിന്റെ പൊസിഷൻ എങ്ങനെയായിരുന്നു? ട്രോപ്പോമയോസിൻ ഈസ് പ്ലേസ്ഡ് ഓൺ ദി ആക്റ്റിൻ ഫിലമെന്റ് ഇൻ സച്ച് എ വേ ടു മാസ്ക് ദ മയോസിൻ ബൈൻഡിങ് സൈറ്റ്. അപ്പോൾ മയോസിൻ ബൈൻഡിങ് സൈറ്റ് മാസ്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു ട്രോപ്പോമയോസിൻ കിടന്നിരുന്നത്. ഇപ്പോൾ ട്രോപ്പോണിൻ കാൽഷ്യവുമായി ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ട്രോപ്പോമയോസിൻ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയും മയോസിൻ ബൈൻഡിങ് സൈറ്റ്സ് എക്സ്പോസ്ഡ് ആവുകയും ചെയ്യും. ആക്റ്റിൻ്റെ മേലെയുള്ള മയോസിൻ ബൈൻഡിങ് സൈറ്റ്സ് എക്സ്പോസ്ഡ് ആവുകയും ചെയ്യും. ഓക്കെ, ഇതോടൊപ്പം തന്നെ ഈ ആവേഗം എത്തുമ്പോൾ ഇതോടൊപ്പം തന്നെ മയോസിനിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് തിക് ഫിലമെന്റിലെ മയോസിനിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. മയോസിൻ ഹെഡ് ATPയുമായി ബൈൻഡ് ചെയ്തിട്ടാണ്. നമ്മൾ മയോസിൻ ഹെഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ 2 സൈറ്റുകൾ അവിടെയുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് ATPയുമായി ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റാണ്, അത് ATPയുമായി ബൈൻഡ് ചെയ്യാൻ. അപ്പോൾ മസിൽ കൺട്രാക്ഷൻ നടക്കാത്ത സമയത്ത് ഒരു ATPയുമായി ബൈൻഡ് ചെയ്ത അവസ്ഥയിലായിരിക്കും മയോസിൻ ഹെഡ് ഉണ്ടാവുക. ATP നമുക്കറിയാം എനർജിയുടെ സ്രോതസ്സാണ്, അല്ലേ? അപ്പോൾ എനർജി കിട്ടുന്നത് ATP മോളിക്യൂളിൽ നിന്നാണ്. ATP ബ്രേക്ക് ചെയ്യുന്നു. നമുക്ക് എനർജി വേണ്ടപ്പോൾ എന്താ ചെയ്യാം? ATP ബ്രേക്ക് ചെയ്യുന്നു. ATP ബ്രേക്ക് ചെയ്ത് ADPയും എനർജിയും ആയി മാറുന്ന ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ റിലീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ATP ആയിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കുകയാണ് മയോസിൻ ഹെഡ്. അപ്പോൾ ഇവിടെ ഈ കാൽഷ്യത്തിന്റെ ഈ ഉള്ളിലേക്കുള്ള വരവും ആവേഗം വന്നു കഴിയുമ്പോൾ തിൻ ഫിലമെന്റ് ഉണ്ടാകുന്ന മാറ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തിക് ഫിലമെന്റിലെ മയോസിൻ ഹെഡ് ATPയെ ഡികമ്പോസ് ചെയ്യുന്നു, ATP ബ്രേക്ക് ചെയ്യുന്നു. ATP ബ്രേക്ക് ചെയ്തപ്പോൾ എനർജി ഉണ്ടാവും. ആ എനർജിയുടെ സഹായത്താൽ മയോസിൻ ഹെഡ്, ഇപ്പോൾ ഇതാണ് തിൻ ഫിലമെന്റ്, ഇത് തിക് ഫിലമെന്റ് ആണ് എന്ന് വിചാരിക്കുക. ഇങ്ങനെ മയോസിൻ ഹെഡ് ഇങ്ങനെ നിൽക്കുന്നു കൺട്രാക്ഷൻ നടക്കാത്ത സമയത്ത്. അപ്പോൾ ഇവിടെ ATP മോളിക്യൂൾ ബ്രേക്ക് ചെയ്യുകയും ആ എനർജി ഉപയോഗിച്ച് മയോസിൻ ഹെഡ് മുകളിലേക്ക് ഉയർന്നു പോകുകയും മയോസിൻ ഹെഡ് ഉയരുകയും ആക്റ്റിനുമായി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ 2 ബൈൻഡിങ് സൈറ്റുകളുണ്ട്. ആക്റ്റിന്റെ മേലെ മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, മയോസിന്റെ മേലെ എന്തുണ്ട്? ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ഈ 2 സൈറ്റുകളും തമ്മിൽ ചേർന്ന് ഒരു ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ എന്നാണ് വിളിക്കുക. ഇപ്പോൾ ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തിട്ടുണ്ട്. A cross bridge is formed between the thin filament and the thick filament. പിന്നീട് ഈ മയോസിൻ ഹെഡ് അതിലൊരു ബാക്ക്വേർഡ് സ്ട്രോക്ക് ഉണ്ട്. മയോസിൻ എനർജി അഗെയിൻ ഇറ്റ് ഹാസ് എ ബാക്ക്വേർഡ് സ്ട്രോക്ക് ലൈക്ക് ദിസ്. സോ the action is like this. The myosin head, ATP is broken. By using the energy, it rises up and connects with the actin filament and pulls the actin like this. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ആക്റ്റിൻ ഫിലമെന്റ് അല്ലെങ്കിൽ തിൻ ഫിലമെന്റ് സ്ലൈഡ്സ് ഓവർ ദ ആക്റ്റിൻ ഫിലമെന്റ്. അപ്പോൾ ഇങ്ങനെ ധാരാളം മയോസിൻ ഹെഡുകൾ ഉണ്ടാവും. ഈ മയോസിൻ ഹെഡുകളൊക്കെ ഇങ്ങനെ ഇതിനെ പുറകോട്ട് വലിക്കുന്നു. ഓക്കെ, അപ്പോൾ തിൻ ഫിലമെന്റ് സ്ലൈഡ്സ് ഓവർ ദ മയോസിൻ ഫിലമെന്റ്. അവിടെ നമ്മൾ അതിനെ സ്ലൈഡിങ് ഫിലമെന്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇങ്ങനെ തിൻ ഫിലമെന്റ് മയോസിൻ ഫിലമെന്റ് മേലെ സ്ലൈഡ് ഓവർ ചെയ്യുമ്പോൾ മസിലിന്റെ മൊത്തത്തിലുള്ള ലെങ്ത് കുറയും. ഓക്കെ, അപ്പൊ ഇത് തിൻ ഫിലമെന്റ് ആണ്. ഇതിങ്ങനെ അടുത്ത് വരുന്നു. അപ്പൊ 2 വശത്തുമുള്ള തിൻ ഫിലമെന്റുകൾ അടുത്ത് H സോണിലേക്ക് കടന്നു വരുന്നു. H സോൺ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പൊ H സോണിലേക്ക് അടുത്ത് വരികയും മസിൽ കൺട്രാക്ഷൻ പൂർത്തിയാകുമ്പോൾ, മസിൽ കൺട്രാക്ഷൻ 100% ആകുമ്പോൾ H സോൺ ഡിസപ്പിയർ ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു സാർക്കോമിയറിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് സാർക്കോമിയർ എന്ന് പറഞ്ഞാൽ? സാർക്കോമിയർ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. സാർക്കോമിയർ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 Z ലൈൻസ്. 2 Z ലൈൻ ഇടയിലുള്ള ആ ഒരു ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കാം? സാർക്കോമിയർ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ
തിൻ ഫിലമെന്റ്സ് മയോസിൻ ഫിലമെന്റ് മേലെ അല്ലെങ്കിൽ തിക് ഫിലമെന്റ് മേലെ സ്ലൈഡ് ഓവർ ചെയ്യുമ്പോൾ മയോസിൻ ഫിലമെന്റ് അവിടെ തന്നെ നിൽക്കുകയാണ്. മയോസിൻ ഫിലമെന്റിന്റെ ഹെഡാണ് തിൻ ഫിലമെന്റിനെ വലിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നതിന്റെ ഫലമായി എച്ച് സോണിലേക്കാണ് ഇത് വരും. വേറെ എങ്ങോട്ട് പോകാൻ മാർഗമില്ല. എച്ച് സോൺ ആണ് ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുക. അപ്പോൾ എച്ച് സോണിലേക്ക് വരുന്നു. തിൻ ഫിലമെന്റ് രണ്ട് ഭാഗത്തു നിന്ന് വരുന്നു. എച്ച് സോൺ ഡിസപ്പിയർ ചെയ്യുന്നു. എച്ച് സോൺ ഡിസപ്പിയേഴ്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദി ഐ ബാൻഡ് റെഡ്യൂസസ്. അപ്പോൾ ഐ ബാൻഡ് ലെങ്ത് കുറയുന്നു. ഇസഡ് ലൈൻസ് കം നിയർ എന്ന് പറഞ്ഞാൽ ഒരു സാർക്കോമിയർ ചെറുതായി എന്നർത്ഥം. അതായത് അങ്ങനെ എല്ലാ സാർക്കോമിയറുകളും ചെറുതാകുമ്പോൾ മസിലിന്റെ ലെങ്ത് കുറയുന്നു. അതിനാണ് നമ്മൾ മസിൽ കൺട്രാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, ഇനി എപ്പോഴാണ് ഈ മസിൽ കൺട്രാക്ഷൻ, എപ്പോഴാണ് റിലാക്സേഷൻ സംഭവിക്കാം? റിലാക്സേഷൻ സംഭവിക്കുന്നത് ആവേഗം, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആവേഗം ഇല്ലാതായി കഴിയുമ്പോൾ, അത് വിഡ്രോ ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ഇതിന്റെ റിവേഴ്സ് പ്രോസസ്സാണ് നടക്കുക. കാൽഷ്യം തിരിച്ചു പോകുന്നു, ട്രോപ്പോണിൽ നിന്ന് കാൽഷ്യം വിട്ടുപോകുന്നു. അപ്പോൾ ട്രോപ്പോമയോസിൻ അതിന്റെ പൊസിഷൻ അഗൈൻ ചേഞ്ച് ചെയ്യുന്നു സോ ആസ് ടു ബ്ലോക്ക് ദ മയോസിൻ ബൈൻഡിങ് സൈറ്റ്. അപ്പോൾ അതുപോലെ തന്നെ മയോസിൻ ഹെഡ് പിന്നീട് ക്രോസ് ബ്രിഡ്ജസ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എച്ച് സോണിലേക്ക് കടന്നു വന്നിരിക്കുന്ന തിൻ ഫിലമെന്റ്സ് തിരിച്ചു പോകുന്നു. ഇതിനാണ് നമ്മൾ റിലാക്സേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ രീതിയിൽ സ്ലൈഡിങ് ഓഫ് ദ ഫിലമെന്റ്സ് വഴി കൺട്രാക്ഷൻ സംഭവിക്കുന്നു. ഇതിനാണ് നമ്മൾ സ്ലൈഡിങ് ഫിലമെന്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഒന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം നടക്കുന്നത് എന്താണ്? ആദ്യം വേണ്ടത് എന്താണ്? ഒരു മസിൽ കൺട്രാക്ഷൻ ആദ്യം വേണ്ടത് ആവേഗമാണ്. നെർവ് ഇമ്പൾസ് ഷുഡ് റീച്ച് ദ മസിൽ ത്രൂ എ മോട്ടോർ നെർവ്. അപ്പോൾ അവിടെ ആവേഗം എത്തിക്കഴിയുമ്പോൾ it becomes permeable to calcium ions. Calcium ions ധാരാളം അകത്തേക്ക് വരുന്നു. That binds with the troponin and the tropomyosin changes its position so as to expose the myosin binding sites. Then myosin head hydrolyzes the ATP molecule and energy is released. By using that energy, myosin head rises up and gets connected with the actin filament, and with the help by a backward stroke of the myosin head, the actin filament is pulled over the myosin filament or thick filament. So as a result, the I band reduces its size, Z lines come near, and H zone disappears. അപ്പോൾ ഇതിനാണ് മസിൽ കൺട്രാക്ഷൻ എന്ന് നമ്മൾ പറയും. So this is how muscle contraction takes place. Okay. ഇത് നമ്മൾ മസിലിനെ കുറിച്ച് പറയുമ്പോൾ, മസിൽ കൺട്രാക്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ മസിലും ഒരേപോലെ അല്ല കൺട്രാക്ട് ചെയ്യുക. എല്ലാ മസിലും ഒരേ രീതിയിലല്ല കൺട്രാക്ട് ചെയ്യുക. രണ്ട് തരത്തിലുള്ള മസിൽസ് ആർ there. There are two types of muscles. One muscle is called white muscle. White muscle. And the other one is called red muscle. നമ്മുടെ ശരീരത്തിൽ വൈറ്റ് മസിൽസ് ഉണ്ട്, റെഡ് മസിൽസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ആക്റ്റീവായി കൺട്രാക്ട് ചെയ്യുന്ന മസിൽസ്, നമ്മുടെ കൈകാലുകളിലൊക്കെയുള്ള മസിൽസ് ഒക്കെ വൈറ്റ് മസിൽസ് ആണ്. അതേപോലെ റെഡ് മസിൽസ് ഉണ്ട്. നമ്മുടെ ബാക്കിലൊക്കെ റെഡ് മസിൽസ് ഉണ്ട്. വിഗ്രസ് ആയി കൺട്രാക്ട് ചെയ്യാത്ത മസിൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, അതൊക്കെ റെഡ് മസിൽസ് ആയിരിക്കും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? വൈറ്റ് മസിൽസ് ആർ സോ കോൾഡ്. അതിനെ വൈറ്റ് മസിൽസ് എന്ന് വിളിക്കാനുള്ള കാരണം ഇവയിൽ സാധാരണ മസിലിൽ ഓക്സിജൻ ഹോൾഡ് ചെയ്യുന്ന മോളിക്യൂൾസ് ഉണ്ട്, മയോഗ്ലോബിൻ എന്ന് വിളിക്കും. അതായത് ഹീമോഗ്ലോബിനെ പോലെ തന്നെയുള്ള മോളിക്യൂൾസ് മസിൽസിലുണ്ട്. ഇതിനെ നമ്മൾ മയോഗ്ലോബിൻ എന്ന് വിളിക്കാം. മയോഗ്ലോബിൻ. അപ്പോൾ മയോഗ്ലോബിൻ ഈസ് റെഡ് ഇൻ കളർ. ഹീമോഗ്ലോബിൻ റെഡ് ഇൻ കളർ എന്ന് പറയുന്ന പോലെ തന്നെ മയോഗ്ലോബിനും റെഡ് ഇൻ കളറാണ്. അതിന് ഓക്സിജനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഹീമോഗ്ലോബിൻ പോലെ തന്നെ ഓക്സിജനെ കയറി ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇതിനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഈ മയോഗ്ലോബിന്റെ അളവ് കുറഞ്ഞ മസിൽസ് ആണ് വൈറ്റ് മസിൽ. റെഡ് മസിൽസിൽ മയോഗ്ലോബിന്റെ അളവ് കൂടുതലായിരിക്കും. ഇനി നമ്മൾ വൈറ്റ് മസിൽസിനെ ഫാസ്റ്റ് മസിൽസ് എന്ന് വിളിക്കാറുണ്ട്.
വൈറ്റ് മസിൽസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫാസ്റ്റ് മസിൽ എന്ന് വിളിക്കാറുണ്ട്. ഫാസ്റ്റ് മസിൽ. റെഡ് മസിൽസിനെ സ്ലോ മസിൽ എന്ന് വിളിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? വൈറ്റ് മസിൽസില് മറ്റു പ്രത്യേകത, ഈ വൈറ്റ് മസിൽസിൽ മൈറ്റോകോൺട്രിയയുടെ എണ്ണം വളരെ കുറവായിരിക്കും. അത് റെഡ് മസിൽസിൽ മൈറ്റോകോൺട്രിയയുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. എന്താണ് ഇതൊക്കെ തമ്മിലുള്ള ബന്ധം? ഇപ്പോൾ 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. മയോഗ്ലോബിൻ, മൈറ്റോകോൺട്രിയ, അല്ലേ? ഇപ്പോൾ മയോഗ്ലോബിൻ വൈറ്റ് മസിൽസിൽ കുറവാണ്. അതുകൊണ്ടാണ് വെള്ള നിറത്തിൽ കാണുന്നതുകൊണ്ടാണ്, കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി വൈറ്റ് കളർ ആയതുകൊണ്ടാണ് നമ്മളതിനെ വൈറ്റ് മസിൽസ് എന്ന് വിളിക്കുന്നത്. റെഡ് മസിൽസിൽ മയോഗ്ലോബിൻ കൂടുതലുണ്ട്. റെഡ് കളറിൽ കാണപ്പെടുന്നതുകൊണ്ട് തന്നെ നമ്മൾ റെഡ് മസിൽ എന്ന് വിളിക്കണം. ബിക്കോസ് മയോഗ്ലോബിൻ ഇസ് റെഡ് ഇൻ കളർ. അതുപോലെ തന്നെ വൈറ്റ് മസിൽസിലെ മൈറ്റോകോൺട്രിയ എണ്ണം വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ വൈറ്റ് മസിൽസിൽ മൈറ്റോകോൺട്രിയ എണ്ണം കുറവാണ്, അതേപോലെ മയോഗ്ലോബിൻ്റെ അളവും കുറവാണ്. എന്താണ് തമ്മിലുള്ള ബന്ധം? നമുക്കറിയാം, മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ എനർജി ഈസ് റിക്വയർഡ്. എനർജി ഈസ് റിക്വയർഡ് ഫോർ മസിൽ കൺട്രാക്ഷൻ. അപ്പോൾ ഈ എനർജി ഉണ്ടാകുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ്. എനർജി ഉണ്ടാകുന്ന ആ പ്രോസസ്സ്, ആ മെറ്റബോളിക് ആക്ടിവിറ്റിയുടെ നല്ലൊരു ശതമാനം നടക്കുന്നതും എവിടെ വെച്ചാണ്? മൈറ്റോകോൺട്രിയ വെച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നൊക്കെ വിളിക്കുന്നത്. നിങ്ങൾ ചില ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ മൈറ്റോകോൺട്രിയ വെച്ചിട്ടാണ് എനർജി മെറ്റബോളിസത്തിന്റെ നല്ലൊരു ശതമാനം നടക്കുന്നത്. അപ്പോൾ മൈറ്റോകോൺട്രിയ ഇല്ലെങ്കിലും മൈറ്റോകോൺട്രിയയ്ക്ക് പുറത്ത് വെച്ച് എനർജി മെറ്റബോളിസത്തിന്റെ ഒരു ഭാഗം, അതായത് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് നടക്കുക. നിങ്ങളത് വിശദമായിട്ട് നിങ്ങൾ ചില ബോട്ടണിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ആ പ്രക്രിയയിലൂടെ, അതായത് ഗ്ലൂക്കോസിന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള 10 സ്റ്റെപ്പ് വഴിയുള്ള ഒരു പ്രോസസ്സ്, അതിനാണ് നമ്മൾ ഗ്ലൈക്കോളിസ്. നമ്മൾ നേരത്തെ നമ്മൾ അതിനെപ്പറ്റി പ്രതിപാദിച്ചതാണ്. അതിനെ നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഗ്ലൈക്കോളിസിന്റെ ഫലമായി ഉണ്ടാകുന്ന എനർജി വളരെ കുറവായിരിക്കും. പക്ഷേ അതിന്റെ പ്രത്യേകത എന്താണ്? അത് പെട്ടെന്ന് ഈ എനർജി അതിന് കിട്ടും. അപ്പോൾ വൈറ്റ് മസിൽ ആർ ഫാസ്റ്റ് മസിൽസ് നമ്മൾ പറയും. കാരണം വളരെ റിലാക്സേഷൻ നടത്തുന്ന മസിൽസ് ആണ് ഈ വൈറ്റ് മസിൽസ്. നമ്മുടെ കൈകാലുകളിലൊക്കെ മസിൽസ് വൈറ്റ് മസിൽസ് ആണ്. ഫാസ്റ്റ് ആണ് അവരുടെ കൺട്രാക്ഷൻ, റിലാക്സേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അവയ്ക്ക് എനർജി വളരെ പെട്ടെന്ന് കിട്ടണം. സോ ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ഗ്ലൈക്കോളിസിസ്. അതായത് മൈറ്റോകോൺട്രിയയുടെ എണ്ണം വളരെ കുറവാണ്. എനർജി മെറ്റബോളിസം കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് സമയമില്ല. എനർജി പെട്ടെന്ന് കിട്ടണം. അത് ഗ്ലൈക്കോളിസിസ് വഴിയാണ് കിട്ടുക. അപ്പോൾ അവിടെ ഗ്ലൈക്കോളിസിന്റെ മറ്റു പ്രത്യേകത, ഓക്സിജൻ ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ദാറ്റ്. അപ്പോൾ മൈറ്റോകോൺട്രിയയിലെ എനർജി മെറ്റബോളിസത്തിന് എന്താവശ്യമുണ്ട്? ഓക്സിജൻ ആവശ്യമുണ്ട്. അത് എയറോബിക് റെസ്പിറേഷൻ ആണ്. ഇതൊക്കെ നിങ്ങൾ ബോട്ടണിയിൽ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പറയുന്നത്. നമ്മൾ എയറോബിക് റെസ്പിറേഷൻ എന്നാണ് പറയുക. അവിടെ ഓക്സിജൻ ആവശ്യമുണ്ട്. മൈറ്റോകോൺട്രിയയിൽ വെച്ചുള്ള എനർജി മെറ്റബോളിസത്തിന്, എനർജി ഉൽപാദനത്തിന് എന്താവശ്യമുണ്ട്? ഓക്സിജൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ എയറോബിക് റെസ്പിറേഷൻ എന്ന് വിളിക്കാം. മൈറ്റോകോൺട്രിയയ്ക്ക് പുറത്തുള്ള എനർജി മെറ്റബോളിസത്തിന്റെ ആ പാർട്ടിനാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുക. അതിന് ഓക്സിജൻ ആവശ്യമില്ല. ഓക്സിജൻ അധികം വേണ്ടാത്തത് കൊണ്ടാണ് ഇവിടെ മയോഗ്ലോബിൻ എണ്ണം കുറയുന്നത്. അതുകൊണ്ടാണ് അത് വൈറ്റ് കളറിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് വൈറ്റ് മസിൽ എന്ന് വിളിക്കുക. ഈ മസിൽ പെട്ടെന്ന് കൺട്രാക്ഷൻ, റിലാക്സേഷൻ നടത്തുന്നതായതുകൊണ്ട്, എനർജി പെട്ടെന്ന് കിട്ടേണ്ടതുകൊണ്ട്, ദ മസിൽ ഡിപ്പെൻഡ്സ് ഓൺ ഗ്ലൈക്കോളിസിസ് rather than the other part of the respiration, that is Krebs cycle that is taking place in the mitochondria. മൈറ്റോകോൺട്രിയയിൽ നടക്കുന്ന ആ പ്രോസസ്സിനെ അധികം ഡിപ്പെൻഡ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അത് ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ മൈറ്റോകോൺട്രിയ എണ്ണം കുറവ്, ഓക്സിജനും കുറവ്. പക്ഷെ ഇവിടെ നടക്കുന്ന വേറൊരു കുഴപ്പം, ഇവിടെ വേറൊരു പ്രശ്നം, ഇങ്ങനെ ഫാസ്റ്റായിട്ട് മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഗ്ലൈക്കോളിസിന്റെ ഫലമായി ഈ മസിലിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ലാക്റ്റിക് ആസിഡ്. തൽക്കാലം ഈ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുകയും അത് മസിൽ കൺട്രാക്ഷനെ ബാധിക്കുകയും നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മസിൽ കൺട്രാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നു, ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടി. ആ അവസ്ഥയ്ക്ക് നമ്മൾ ഫാറ്റിഗ് എന്നാണ് വിളിക്കുക. മസിൽ ഫാറ്റിഗ് എന്ന് വിളിക്കുന്നു. നമുക്കറിയാം, നമ്മൾ കുറേ നേരം ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം സംഭവിക്കും. ആ ക്ഷീണം എന്ന് പറയുന്നത് ഏതാണ്? ഈ മസിൽ ഫാറ്റിഗ് ആണ്. കാരണം നമ്മൾ കുറേ ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇനിയും ജോലി ചെയ്യാൻ പറ്റുന്നില്ല, വല്ലാതെ ക്ഷീണിച്ചു, ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. അതിനെ നമ്മൾ ഫാറ്റിഗ് എന്നാണ് വിളിക്കുക. അതാണ് ദാറ്റ് ഈസ് ഡ്യൂ ടു മസിൽ ഫാറ്റ്. അപ്പോൾ കുറച്ച് സമയം വിശ്രമിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം മെറ്റബോളിക് ആക്ടിവിറ്റി വഴി ഈ ലാക്റ്റിക് ആസിഡിനെ നീക്കം ചെയ്യുന്നു. ലാക്റ്റിക് ആസിഡിനെ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ലാക്റ്റിക് ആസിഡിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുകയും
ആ പൈറുവിക് ആസിഡ് വീണ്ടും ഓക്സിജൻ ഉപയോഗിച്ച് എനർജി മെറ്റബോളിസം നടത്തി അതിനെ റിമൂവ് ആണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അപ്പോൾ ഫാറ്റിക്, പെട്ടെന്ന് ഫാറ്റിക് അനുഭവപ്പെടുന്ന മസിൽസ് ആണ് വൈറ്റ് മസിൽസ്. ഇനി റെഡ് മസിൽസിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിൽ മയോഗ്ലോബിൻ്റെ അളവ് കൂടുതലാണ്, മൈറ്റോകോൺട്രിയയുടെ അളവ് കൂടുതലാണ്. ഇത് സ്ലോ മസിൽസ് ആണ്. സ്ലോ മസിൽ ആയതുകൊണ്ട് പെട്ടെന്ന് ഉള്ള എനർജിയുടെ ആവശ്യം കുറവാണ്. ഇവർക്ക് പതുക്കെ എനർജി കിട്ടിയാൽ മതി. അതുകൊണ്ട് എനർജി മെറ്റബോളിസം മൈറ്റോകോൺട്രിയയിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു. സോ ദേ ഹാവ് ലാർജ് എമൗണ്ട്സ് ഓഫ് മൈറ്റോകോൺട്രിയ ആൻഡ് ഓക്സിജൻ ഈസ് ഓൾസോ റിക്വയർഡ് ഫോർ ദം. ദാറ്റ് ഈസ് വൈ മയോഗ്ലോബിൻ ഈസ് ലാർജ് ഇൻ നമ്പർ ഇൻ ദ കേസ് ഓഫ് റെഡ് മസിൽ. ഇവിടെ ഫാറ്റിക് കുറവായിരിക്കും. കാരണം ലാക്റ്റിക് ആസിഡ് അങ്ങനെ അടിഞ്ഞു കൂടുന്നില്ല, അതിനുള്ള അവസരം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഫാറ്റിക് കുറവായിരിക്കും. സോ ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വൈറ്റ് മസിൽസ് ആൻഡ് റെഡ് മസിൽസ്. ഓക്കെ, so that's about muscle contraction. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം.